ശ്രീ എ ഷുക്കൂർ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രതിപക്ഷം വാക്കുകൾ കൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്, പക്ഷേ തെരുവിലിറങ്ങി പ്രതിഷേധം ഈ സർക്കാരിൻ്റെ മദ്യനയ അഴിമതിയെ തുറന്നുകാട്ടൽ എപ്പോഴാണ്? അല്ല, ഈ പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുക നിരവധി കേസുകളും നിരവധി പ്രശ്നങ്ങളുമായി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയത് കണ്ടില്ലേ? നവകേരള തുടങ്ങി ഇങ്ങോട്ട് വന്ന് തിരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ആ സന്ദർഭമെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കൂ എൻ്റെ സുഹൃത്തെ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടം എത്ര ശക്തമായിരുന്നു ഓരോ കാര്യത്തിലും എല്ലാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരെ വന്ന മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ സമരത്തിൻ്റെ ഭാഗം, സമരവീതി, പോരാട്ടങ്ങളുടെ കഥകൾ എല്ലാം ഒന്ന് പരിശോധിക്കൂ. ഈ കാര്യത്തിലും ഞങ്ങൾ വ്യക്തമായ സമര പോരാട്ടത്തിലേക്ക് പോകും. അത് നിയമസഭയ്ക്കകത്തും പോകും. അവർ കാണിച്ചതുപോലെ ഉള്ള വൃത്തികെട്ട നിയമവിരുദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിൽ മാന്യതയും മര്യാദയും ഒക്കെ പാലിച്ചു കൊണ്ടല്ലാത്ത തരത്തിൽ തന്നെ അതിശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ലീഡർഷിപ്പ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. UDF കൂടി തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായും ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം വെളിവാവട്ടെ. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ജുഡീഷ്യൽ അന്വേഷണമോ മറ്റുപരി അന്വേഷണമോ ഈ പറഞ്ഞ പോലെ വേറെ ഇതിലൊക്കെ വളരെ ഓപ്പണാണ്. ശരി, മന്ത്രി ടൂർ പോയാലും ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് CPM എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും CPM-ഉം സർക്കാരും പ്രതിരോധത്തിൽ തന്നെയാണ്. പ്രതിപക്ഷം BJP-യും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയാൽ അതിനെ എങ്ങനെ തിരിച്ചു പ്രതിരോധിക്കും എന്നുകൂടി ചിന്തിക്കേണ്ടി വരും സർക്കാരിനും CPM-നും.